14-ാം വയസ്സ് മുതൽ താൻ ജോലി ചെയ്യാനും ദുരുപയോഗം ചെയ്യപ്പെടാനും മാത്രമേ കൊള്ളുവാണ് ഒരു ആത്മാവിന്റെ സമർപ്പണം. ഒരു വ്യക്തിക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഒടുവിൽ നിശബ്ദത മാത്രം അവശേഷിക്കുന്നു. എന്ത് സംഭവിക്കും? ഇന്ന് ഈ തീവ്രമായ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന പുസ്തകത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആലീസ് വോക്കറുടെ പുലിറ്റ്സർ സമ്മാനത്തിന് അർഹയായ നോവൽ ദി കളർ ബുക്ക്. 1982 പ്രസിദ്ധീകരിച്ച ഈ നോവൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഗ്രാമീണത നിറഞ്ഞ ജോർജിയയിൽ നടക്കുന്ന അമേരിക്കൻ സാഹിത്യത്തിന്റെ നിർണായക മനുഷ്യകഥ. പ്രധാന കഥാപാത്രമായി സി എഴുതിയ ഹൃദയഭേദകമായ കത്തുകളുടെ ഒരു പരമ്പരയായി എപ്പിസ്റ്റൽ രൂപത്തിലാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കത്തുകൾ ആദ്യം ദൈവത്തിനാണ് എഴുതുന്നത്. പിന്നീട് അവളിൽ നിന്ന് വേർപെടുത്തിയ അവളുടെ പ്രിയപ്പെട്ട സഹോദരൻ വേണ്ടി. ഈ നോവൽ തീർച്ചയായും വേദനാജനകം. പക്ഷേ ഇത് ദുരിതത്തിന്റെ കഥ മാത്രം. വർഗീയവും ലിംഗപരവുമായ അടിച്ചമർത്തലിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീ സൗഹൃദത്തിന്റെ കരുതൽ നൽകുന്ന ശക്തിക്ക് ആത്മാഭിമാനം നേടാനുള്ള പ്രയാസകരവും എന്നാൽ അനിവാര്യവുമായ യാത്രയ്ക്കുള്ള ആഴത്തിലുള്ള സാക്ഷ്യം. അതാണ് സത്യത്തിൽ ഈ കളത്തോടെ സീരിയയുടെ ആദ്യകാല ക്ഷീണം മുഴുവൻ ലൈംഗികവും ശാരീരികവുമായ അതിക്രമങ്ങളാൽ വിഭജിക്കപ്പെട്ടതാണ്. ആദ്യം സ്വന്തം പിതാവാണെന്ന് വിശ്വസിച്ചിരുന്ന ആളുകളിലും അവൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട നിശബ്ദമായ അവസ്ഥയുടെ പ്രതിഫലനമാണ് അവളുടെ ലളിതവും വിരാമചിഹ്നങ്ങളില്ലാത്തതുമായ ആദ്യകാല കഥ. മിസ്റ്റർ എന്ന വിളിപ്പേരുടെ കഥാപാത്രം ഭീഷണിപ്പെടുത്തി അതിനാൽ ദൈവത്തോട് മാത്രമേ അവൾക്ക് സത്യം പറയാൻ കഴിയൂ എന്ന് സീരി വിശ്വസിക്കുന്നു. എന്നാൽ കഥ മുന്നോട്ട് പോകുമ്പോൾ സീരിയുടെ കത്ത് കൂടുതൽ പ്രകടമാണ്. അവളുടെ വാചകങ്ങൾ മൂർച്ചയുള്ളതാണ്. അവളുടെ ശ്രദ്ധ ഒരു വിദൂര ദൈവത്തിൽ നിന്ന് അവളുടെ പ്രിയപ്പെട്ട സഹോദരി രക്ഷയിലേക്ക് മാറും. ആഖ്യാന ശൈലിയിലെ ഈ സൂക്ഷ്മമായ പരിണാമം അവൾ സ്വന്തം ആത്മപരിശോധനയിലേക്കും ശബ്ദം കണ്ടെത്തുന്നതിലേക്കും നീങ്ങുന്നതിന് കൃത്യമായി പ്രതിഫലിപ്പിക്കും. ഈ നോവലിലെ സീരിയയുടെ യഥാർത്ഥ രക്ഷ സീരിയയുടെ സ്ത്രീ സൗഹൃദം എന്ന വിഷയത്തിലാണ് വേദിയിരിക്കുന്നത്. സീരിയയെ ഉയർത്തിക്കൊണ്ടുവരുന്ന ശക്തരായ സ്ത്രീകളെ ആശ്രയിച്ചാണ് അവളുടെ വളർച്ച പൂർണ്ണമായും സംഭവിക്കുന്നത്. ഒന്നാമതായി അവളുടെ സഹോദരി നെച്ചിയുടെ വീണ്ടെടുത്ത കഥകൾ സീരിയയിലെ ലോകവുമായി ഒരു പ്രധാന ബന്ധവും പ്രതീക്ഷയും നൽകുന്നു. പിന്നീട് സോഫിയ, പുരുഷാധിപത്യത്തിന് മുന്നിൽ ഈ കടാക്ഷം സമ്മതിക്കുന്ന സോഫിയ അടിച്ചമർത്തലിനോട് തിരിച്ചടിക്കാനുള്ള ശക്തിയെ സീരിയയെ പഠിപ്പിക്കുന്നു. എന്നാൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ഗ്ലാമറസും സ്വതന്ത്രയുമായ ബ്ലൂസ് ഗായികയായ സീരിയയുടെ സുഹൃത്തും കാമുകിയുമായി അവളുടെ ആത്മീയ വഴികാട്ടിയായി മാറും. സീരിയയുടെ വൈകാരികവും ദൈവികവുമായ ശക്തിയുടെ പ്രോത്സാഹനത്താൽ സീരിയയുടെ വിശ്വാസം പരമ്പരാഗതമായ ദൈവത്തിൽ നിന്ന് മാറും. പ്രകൃതി ആനന്ദത്തിലും മനോഹരമായ വയലിലെ പാട്ടുകൾ നിറത്തിലുമായി ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന ആത്മീയ ധാരണയെ അവർ അടിച്ചമർത്തുന്ന മതത്തിൽ നിന്ന് വിമോചിക്കുന്ന ആത്മീയതയിലേക്കുള്ള ഈ മാറ്റം അവരുടെ സമൂഹത്തിൽ നിർണായകമാണ്. പുരുഷന്മാർ, പ്രത്യേകിച്ച് മിസ്റ്റർ ആദ്യം ക്രൂരരാണെങ്കിലും അവർ പുരുഷാധിപത്യപരവും വംശീയവുമായ സമ്പ്രദായങ്ങളുടെ ഉൽപ്പന്നമാണ്. മിസ്റ്റർ ഒരു അക്രമിയാണ്. എന്നാൽ സ്നേഹവും ആത്മാഭിമാനവും വെല്ലുവിളിക്കുമ്പോൾ ആഴത്തിൽ വേദനീയ അടിച്ചമർത്തലിനെയോ മറികടക്കാൻ കഴിയുന്ന കാണിക്കുന്ന നാടകീയമായ പരിവർത്തനത്തിന്റെ വിധേയനാണ്. എന്തുകൊണ്ടാണ് പുസ്തകം 18 ആണ്ടുകൾക്ക് ശേഷവും ഇത്രയധികം സ്വാധീനം ചെലുത്തുന്നത്? കാരണം ഈ നോവലിന്റെ സാഹിത്യപരമായ സ്വാധീനം വളരെ കറുത്ത വർണ്ണക്കാരികളായ സ്ത്രീകൾ നേരിട്ട ഇരട്ട അടിച്ചമർത്തലിന് ശബ്ദം നൽകിയ ഒരു കൃതിയാണ്. പുരുഷ ക്രൂരതയെ കുറിച്ചുള്ള അതിന്റെ തുറന്ന ചിത്രീകരണത്തിൽ സീരിയയും ഷക്കും തമ്മിലുള്ള ലെസ്ബിയൻ ബന്ധത്തിന്റെ വിപ്ലവകരമായ ചിത്രീകരണത്തിൽ ഈ നോവൽ വിവാദപരമാണ്. എന്നാൽ ഈ സാഹിത്യ ലോകത്തിൽ ഇത്
അതിനെ കേൾപ്പിച്ചു. അവസാനമായി പുസ്തകത്തിന്റെ പേര് എന്താണ് ഈ കഥ? അത് തിരിച്ചറിയാൻ പഠിക്കുന്ന ലളിതമായ ദൈനംദിന സൗകര്യം പറയുന്നത് പോലെ I think this is thought of if you walk by the corridor, you feel somewhere and don't know. ഈ നോവൽ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതും ആവശ്യമായും ആധുനികമായും ആവേശം നൽകുന്നതുമായ ഒരു വാക്യം. ഇത് നിങ്ങളുടെ ശബ്ദം കണ്ടെത്തുന്നത് മനുഷ്യന്റെ ആത്മാവിൽ സ്ഥിരോത്സാഹം കൂടാതെ സ്നേഹം എല്ലാ രൂപത്തിലും രക്ഷയാണ് എന്ന അടിസ്ഥാന തത്വത്തെക്കുറിച്ചുള്ള കാലാതീതമായ ഒരു ആഖ്യാനമാണ്. നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ ശക്തി ഈ ക്ലാസ്സിൽ പ്രതി എടുത്ത സീരിയൽ അവിശ്വസനീയമായി നിങ്ങൾ സ്വയം അനുഭവിച്ചറിയണം.